സെനിക്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ശരത്ത്, എൻ്റെ സബ്ജക്റ്റ് ഫിസിക്സ് ആണ്. ഇപ്പോൾ ഫിസിക്സ് എല്ലാവർക്കും ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആണല്ലോ അല്ലേ? നമ്മൾ കുറേ വർഷമായിട്ട് ഫിസിക്സ് പഠിക്കുന്നു. 8ലും 9ലും 10ലും ഒക്കെ നമ്മൾ ഫിസിക്സ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നാം വർഷം ഹയർ സെക്കൻഡറി, അതായത് +1 ക്ലാസ്സിൽ നമ്മുടെ ഫിസിക്സിൽ മൊത്തത്തിൽ 15 ചാപ്റ്റേഴ്സാണുള്ളത്. 15 ചാപ്റ്റേഴ്സ് 2 ടെക്സ്റ്റിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 2 ടെക്സ്റ്റുകൾ നമുക്കുണ്ട്. 2 ടെക്സ്റ്റിലും കൂടെ ആയിട്ട് 15 ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 15 ചാപ്റ്ററിൽ ആദ്യത്തെ ടെക്സ്റ്റിലുള്ള ചാപ്റ്റേഴ്സ് പൊതുവെ എളുപ്പമുള്ള ചാപ്റ്റേഴ്സാണ്. അതിൽ പറയുന്ന പല കാര്യങ്ങളും മുൻ വർഷങ്ങളിൽ, അതായത് നിങ്ങൾ സ്കൂളിൽ മുമ്പ് പഠിച്ചിട്ടുള്ള പല കാര്യങ്ങളുമാണ്. അതിനേക്കാളും കുറച്ചും കൂടെ എക്സ്ട്രാ പഠിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് മെക്കാനിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. ആദ്യത്തെ ടെക്സ്റ്റിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് മെക്കാനിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. മെക്കാനിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് മോഷനാണ്. ചലനത്തെക്കുറിച്ചുള്ള പഠനമാണ് മെക്കാനിക്സ്. അപ്പോൾ ആ മെക്കാനിക്സുമായി ബന്ധപ്പെട്ട് കുറേ ചാപ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യത്തെ ടെക്സ്റ്റിൽ പഠിക്കുന്നുണ്ട്. പിന്നീട് വരുന്ന രണ്ടാമത്തെ ടെക്സ്റ്റിൽ വ്യത്യസ്തമായ കുറേ ടോപ്പിക്കുകളാണ്. അതിൽ തെർമോഡൈനാമിക്സ്, അതായത് ഹീറ്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, വേവ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ഓസിലേഷനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ഫ്ലൂയിഡ്സ്, അതായത് ലിക്വിഡ്സിനെയും ഗ്യാസസിനെയും കുറിച്ച് പഠിക്കുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ ടോപ്പിക്കുകൾ ചേർന്നതാണ് നമ്മുടെ രണ്ടാമത്തെ ടെക്സ്റ്റ്. അങ്ങനെ മുഴുവൻ 15 ചാപ്റ്ററുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനോടൊപ്പം നമ്മൾ പഠിക്കുന്ന ചാപ്റ്ററുകളുമായി ബന്ധപ്പെട്ട്, പഠിക്കുന്ന തിയറിയുമായി ബന്ധപ്പെട്ട് എക്സ്പെരിമെന്റ്സും നമുക്ക് ചെയ്യാനുണ്ട്. പക്ഷേ അത് നമ്മൾ ഫസ്റ്റ് ഇയറിലല്ല ചെയ്യുക, സെക്കൻഡ് ഇയറിലാണ്. പരീക്ഷ സെക്കൻഡ് ഇയറിൽ ഉള്ളതുകൊണ്ട് സെക്കൻഡ് ഇയറിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ടെക്സ്റ്റിലെ ആദ്യത്തെ ചാപ്റ്ററാണ് ഇന്ന് നോക്കേണ്ടത്. ആദ്യത്തെ ചാപ്റ്ററിന്റെ പേര് ഫിസിക്കൽ വേൾഡ് എന്നാണ്. ഈ ചാപ്റ്ററിന്റെ ഒരു പ്രത്യേകത, നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ വെയിറ്റേജ് വളരെ കുറവുള്ള ഒരു ചാപ്റ്ററാണ് ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്റർ. വെയിറ്റേജ് കുറവുള്ള ചാപ്റ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിൽ നിന്ന് വളരെ കുറച്ച് മാർക്കിന് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, എക്സാമിന് ചോദിക്കത്തുള്ളൂ. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാൽ അറിയാം, 1 മാർക്കിന് അല്ലെങ്കിൽ 1/2 മാർക്കിന് മാത്രമാണ് അതിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നത്. അതും സ്ഥിരമായി ഒരേ ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ ഒരു ചെറിയ ഇൻട്രൊഡക്ടറി ചാപ്റ്ററാണ് ഫിസിക്കൽ വേൾഡ്. അതാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. സോ ചാപ്റ്റർ 1 ഫിസിക്കൽ വേൾഡ്. ഇതൊരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററാണ്. അതായത് 10ാം ക്ലാസ്സിൽ നിന്ന് വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഫിസിക്സിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഫിസിക്സിന്റെ ബ്രാഞ്ചുകളും ഒക്കെ പരിചയപ്പെടുത്തുന്ന ഒരു ഇൻട്രൊഡക്ടറി ചാപ്റ്ററാണ് ഫിസിക്കൽ വേൾഡ്. അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് കിട്ടുമ്പോൾ മനസ്സിലാവും, അതിൽ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്താണ് സയൻസ്, എന്താണ് ഫിസിക്സ്, ഫിസിക്സിന്റെ ബ്രാഞ്ചുകൾ ഏതൊക്കെയാണ്, ഫിസിക്സിൽ ഇപ്പോൾ ഇതുവരെ കിട്ടിയിട്ടുള്ള നോബൽ പ്രൈസുകൾ ആർക്കൊക്കെയാണ്, അത് എന്തിനൊക്കെയാണ് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. എക്സാമിന് ഇതൊന്നും ചോദിക്കത്തില്ല. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് വായിച്ച് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ അത് ഞാൻ പറയുന്നില്ല. നമുക്ക് എക്സാമിന് ചോദിക്കുന്ന കാര്യങ്ങൾ, അതായത് അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നോക്കാം. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. മറ്റതൊക്കെ നിങ്ങൾക്ക് വായിച്ച് വിടാന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, പ്രാധാന്യമുള്ള കാര്യങ്ങളല്ല. അപ്പോൾ ഈ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 2 എണ്ണമാണ്. ഒന്ന്, ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ. നമ്മുടെ നേച്ചറിലെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള, ബേസിക് ആയിട്ടുള്ള ഫോഴ്സുകൾ ഏതൊക്കെയാണ്, ആ ഓരോ ഫോഴ്സിന്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അത് സ്ഥിരമായി എക്സാമിന് ചോദിക്കും. ആ ഒരു ചോദ്യം മാത്രമാണ് എക്സാമിന് സ്ഥിരമായി ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നത്. മറ്റൊന്ന്, കൺസർവേഷൻ ലോസ്. ഫിസിക്സിലെ പ്രധാനപ്പെട്ട കൺസർവേഷൻ ലോസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 ടോപ്പിക്കുകൾ മാത്രമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ ഫണ്ടമെന്റൽ ഫോഴ്സുകൾ ഏതൊക്കെയാണെന്നൊന്ന് പറയാം. അതിനുശേഷം ഓരോ ഫോഴ്സും വിശദമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും 4 ഫണ്ടമെന്റൽ ഫോഴ്സുകളാണ് നമുക്ക് നേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ, ഇതെല്ലാവരും കേട്ടിട്ടുള്ള ഫോഴ്സാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്ന ഫോഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ എന്താണ്? ഗുരുത്വാകർഷണ ബലം. സോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ആദ്യത്തെ ഫോഴ്സ്. ഇത് എല്ലാവരും കേട്ടിട്ടുള്ള ഫോഴ്സ് ആണ്. രണ്ടാമത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്താന്നുള്ളത് വിശദമായിട്ട് നമുക്ക് പറയാം. അത് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതാം. മൂന്നാമത്തെ ഫോഴ്സ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആണ് മൂന്നാമത്തെ ഫോഴ്സ്. അവസാനത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഓക്കെ,
സോ ഈ 4 ഫോഴ്സുകളാണ് ഫണ്ടമെന്റൽ ഫോഴ്സസ്. ഓക്കെ, ഏതൊക്കെയാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഞാൻ ഈ 4 ഫോഴ്സുകൾ എഴുതിയിരിക്കുന്നത് ആക്ച്വലി ഒരു ഓർഡറിലാണ്. ഏത് ഓർഡറിലാണെന്ന് വെച്ചാൽ സ്ട്രെങ്ത് കൂടി വരുന്ന മുറയ്ക്കാണ്. സ്ട്രെങ്ത് കൂടി വരുന്ന മുറയ്ക്കാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഏറ്റവും സ്ട്രെങ്ത് കുറഞ്ഞ ഫോഴ്സാണ്, ഏറ്റവും ചെറിയ ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അതിനേക്കാളും വലിയ ഫോഴ്സാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. കുറച്ചും കൂടെ വലിയ ഫോഴ്സാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സാണ് ഏത്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഈ 4 ഫോഴ്സുകളാണ് നമുക്കുള്ളത്. അപ്പോൾ ഇൻ ദി ഇൻക്രീസിങ് ഓർഡർ ഓഫ് സ്ട്രെങ്ത്, അല്ലെ, സ്ട്രെങ്ത് കൂടി വരുന്ന മുറയ്ക്ക്, ഇൻക്രീസിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ കൂടി വരുന്ന മുറയ്ക്ക് നമ്മൾ ഫോഴ്സുകളെ അറേഞ്ച് ചെയ്താൽ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? എഴുതാൻ സാധിക്കും. ആദ്യം നമുക്ക് നോക്കേണ്ട ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്, അതായത് ഗുരുത്വാകർഷണ ബലമാണ്. അപ്പോൾ ഗുരുത്വാകർഷണ ബലം ഞാൻ പറഞ്ഞു, നമ്മളെ 4 ഫോഴ്സുകളിൽ, 4 ഫണ്ടമെന്റൽ ഫോഴ്സുകളിൽ വെച്ച് ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ചെറിയ ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ച് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഉള്ള ഏത് 2 വസ്തുക്കൾക്കിടയിലും അനുഭവപ്പെടുന്ന അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ്, ശരിയാണോ? അടുപ്പിക്കുന്ന ബലത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് വിളിക്കുക. ഇതുമായി ബന്ധപ്പെട്ട ഒരു നിയമമുണ്ട്, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ന്യൂട്ടൺസ് ലോ ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ, അല്ലെ? ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ നിയമം എന്ന് പറയുന്ന നിയമം. അപ്പൊ ന്യൂട്ടൺസ് ലോ ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ ആണ് ഈ 2 മാസുകൾക്കിടയിലുള്ള ഈ ബലത്തെക്കുറിച്ച്, അല്ലെ, അട്രാക്റ്റീവ് ഫോഴ്സിനെ കുറിച്ച്, ആഗിരണ ബലത്തെക്കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞത്. എന്താണ് ആ ലോ? ന്യൂട്ടൺസ് ലോ നമുക്കൊന്ന് നോക്കാം. ന്യൂട്ടൺസ് ലോ. സോ ന്യൂട്ടൺസ് ലോ പറയുന്നത് 2 മാസുകൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. M1 എന്ന് പറയുന്ന ഒരു മാസം, M2 എന്ന് പറയുന്ന മറ്റൊരു മാസം. നോക്കൂ, ഇത് M1 എന്ന് പറയുന്ന ഒരു മാസാണ്, M1. ഇവിടെ M2 എന്ന് പറയുന്ന മറ്റൊരു മാസ് ഉണ്ടെന്ന് കരുതുക, M2 എന്ന് പറയുന്ന ഒരു മറ്റൊരു മാസ്. ഇവർ തമ്മിലുള്ള അകലം 6 ആണ്. സോ കൺസിഡർ 2 മാസസ്, അല്ലെ? 2 മാസുകൾ കൺസിഡർ ചെയ്യുക. M1 എന്ന് പറയുന്ന മാസം, M2 എന്ന് പറയുന്ന മാസം, അവർക്കിടയിലുള്ള അകലം 6 ആണ്. അങ്ങനെയാണെങ്കിൽ ന്യൂട്ടന്റെ ലോ അനുസരിച്ച് M1 M2നെ അതിനടുത്തേക്ക് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. അതുപോലെ തന്നെ M1നെ M2 അതിനടുത്തേക്കും എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. അതായത് M1നും M2നും ഇടയിൽ എന്തുണ്ട്? ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ഈ ഫോഴ്സ് ഞാൻ F എന്ന് എടുക്കുന്നു. F എന്ന് പറയുന്ന ഈ ഫോഴ്സ് 2 കാര്യങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന്, ഈ 2 മാസുകളുടെ പ്രോഡക്റ്റ്, ഈ 2 മാസുകളെ എന്ത് ചെയ്യും? ഡിപ്പെൻഡ് ചെയ്യും. F പ്രപ്പോർഷണൽ ടു M1 M2, ഈ 2 മാസുകൾ എന്ത് ചെയ്യുന്നു? ഡിപ്പെൻഡ് ചെയ്യുന്നു. രണ്ടാമതായിട്ട് ഈ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയാണ്? ഈ 2 മാസുകൾ തമ്മിലുള്ള അകലത്തെ എന്ത് ചെയ്യും? ഡിപ്പെൻഡ് ചെയ്യും. എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അകലത്തിന്റെ സ്ക്വയറിന് റൈസ് ടു 2 r സ്ക്വയറിന് എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. അതുകൊണ്ടാണ് ഞാൻ 1/r² എന്ന് എഴുതിയിരിക്കുന്നത്. സോ F proportional to M1 M2 and F proportional to 1/r². ഇതിന്റെ അർത്ഥം ഈ 2 മാസുകൾ കൂടുതലാണെങ്കിൽ, M1 M2 കൂടുതലാണെങ്കിൽ അവർക്കിടയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സും എന്തായിരിക്കും? കൂടുതലായിരിക്കും. മാസ് കൂടുന്നതിനനുസരിച്ച് അവർക്കിടയിലുള്ള ഫോഴ്സ് കൂടുതലായിരിക്കും. മാസ് കുറവാണെങ്കിൽ ഫോഴ്സും കുറവായിരിക്കും. അതായത് മാസ് കൂടുതലുള്ള വസ്തുക്കൾക്കിടയിലുള്ള ഫോഴ്സിനേക്കാളും കുറവാണ് മാസ് കുറഞ്ഞ വസ്തുക്കൾക്കിടയിലുള്ള ഫോഴ്സ്. ഇനി രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഈ 2 മാസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്, വിപരീത അനുപാതത്തിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഈ മാസുകൾ തമ്മിലുള്ള ദൂരം കൂടുന്നതിനനുസരിച്ച് അവർക്കിടയിലുള്ള ഫോഴ്സ്, ബലം എന്ത് ചെയ്യും? കുറയും. ദൂരം കൂടുന്നതിനനുസരിച്ച് ബലം എന്ത് ചെയ്യും? ഫോഴ്സ് എന്ത് ചെയ്യും? കുറയും. സോ ഈ 2 കാര്യങ്ങളെ ഒരുമിച്ച് നമുക്ക് എങ്ങനെ പറയാം? F പ്രപ്പോർഷണൽ ടു M1 M2, F പ്രപ്പോർഷണൽ ടു 1/r². ഇത് രണ്ടും കൂടെ ചേർത്ത് നമുക്ക് എന്ത് എഴുതാം? F proportional to M1 M2 divided by എന്താ? r² എന്ന് എഴുതാം. എഴുതിക്കൂടെ? F proportional to M1 M2 divided by എന്താ? r². ഓർ നമുക്ക് എന്താ എഴുതാൻ പറ്റും? F equal to, എങ്ങനെയാണ് നമ്മൾ പ്രപ്പോർഷണാലിറ്റിയെ, അനുപാതത്തെ ഈക്വൽ ടു ആക്കി, സമമാക്കി മാറ്റുന്നത് എങ്ങനെയാണ്? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന കോൺസ്റ്റന്റ് ഏതാണ്? G, ക്യാപിറ്റൽ G. ജിയെ വിളിക്കുന്ന പേര് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്നാണ്, യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. സോ G into M1 M2
ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് നമുക്ക് എന്ത് ചെയ്യാം എഴുതാൻ സാധിക്കും. സോ ഇതാണ് ന്യൂട്ടന്റെ ലോ. എഫ് ഇസ് ഈക്വൽ ടു ജി m1 m2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. അപ്പൊ ന്യൂട്ടന്റെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ മാത്തമാറ്റിക്കലി നമ്മൾ എങ്ങനെയാണ് എഴുതുന്നതെന്ന് ചോദിച്ചാൽ എഫ് ഇസ് ഈക്വൽ ടു ജി m1 m2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആണ്. ഇതിൽ എന്താണ് എഫ്? രണ്ട് മാസുകൾ m1 m2 തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് എഫ്. എന്താണ് ജി? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ് ജി. m1 m2 രണ്ട് മാസുകളാണ്. ആർ എന്ന് പറയുന്നത് ഈ രണ്ട് മാസുകൾ തമ്മിലുള്ള അകലമാണ്. ഈ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പൊ നമ്മുടെ നേച്ചറിലുള്ള ഏത് രണ്ട് മാസുകൾ എടുത്താലും ഈ രണ്ട് മാസുകൾക്കിടയിൽ എന്ത് അനുഭവപ്പെടും? ഇങ്ങനെ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്യും? അനുഭവപ്പെടും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ സുഹൃത്തിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും മാസം ഉണ്ടല്ലോ. അപ്പൊ നിങ്ങളുടെ ഇടയിൽ എന്ത് അനുഭവപ്പെടും? ഈ പറഞ്ഞതുപോലെ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അനുഭവപ്പെടും. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിന് അടുത്തേക്ക് പോകുന്നുണ്ടോ? ഇല്ല. നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടോ? അതുമില്ല. അതായത് നിങ്ങളുടെ സുഹൃത്തിനും നിങ്ങൾക്കും ഇടയിൽ അനുഭവപ്പെടുന്ന ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല? എക്സ്പീരിയൻസ് ചെയ്യില്ല. നമുക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാറില്ല, ഇല്ലേ? എന്തുകൊണ്ടാണ് ഈ ഫോഴ്സ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാത്തത്? അതിന് കാരണം ഈ ഫോഴ്സ് വളരെ വളരെ എന്താണ്? ചെറുതാണ്. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ ഫീബിൾ ആയിട്ടുള്ള വളരെ ചെറിയൊരു ഫോഴ്സ് ആണ്. അതുകൊണ്ട് നമുക്ക് അത് എന്ത് ചെയ്യില്ല? എക്സ്പീരിയൻസ് ചെയ്യില്ല. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഒരു പ്രത്യേകതയാണത്, ഇറ്റ് ഈസ് ദി വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. നമ്മുടെ നേച്ചറിലെ ഫോഴ്സുകളിൽ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആണ് ഇത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് എന്ത് ഫോഴ്സ് ആണ്? അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. രണ്ട് തരത്തിലുള്ള ഫോഴ്സ് ഉണ്ട്. ഏതാ? അട്രാക്റ്റീവ് ഫോഴ്സ്, അതായത് അടുപ്പിക്കുന്ന ഫോഴ്സും റിപ്പൾസീവ് ഫോഴ്സും, അകലം വികർഷിക്കുന്ന ഫോഴ്സും, അങ്ങനെ രണ്ട് ഫോഴ്സുകളുണ്ട് അല്ലെ. അപ്പൊ ഇതേത് ഫോഴ്സ് ആണ്? അട്രാക്റ്റീവ് ആണ്. എപ്പോഴും ഒരു മാസ് മറ്റൊരു മാസിനെ എന്തേ ചെയ്യത്തുള്ളൂ? അട്രാക്റ്റേ ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോ രണ്ട് പ്രത്യേകതകളുണ്ട്. ഇത് വളരെ വീക്ക് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ്. രണ്ടാമത്തെ പ്രത്യേകത, ഇത് എപ്പോഴും എന്തായിരിക്കും? അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫോഴ്സ് ആയിരിക്കും. മൂന്നാമതൊരു പ്രത്യേകത കൂടി നമുക്ക് പറയാൻ സാധിക്കുന്നത്, നോക്കൂ, ഈ രണ്ട് മാസുകൾ തമ്മിലുള്ള അകലം നമ്മൾ കൂട്ടുകയാണ്. അതായത് ആറിന്റെ വാല്യൂ കൂടുകയാണ്. ആറിന്റെ വാല്യൂ കൂടിയാൽ എന്ത് സംഭവിക്കും? ആർ എവിടെയാണ് കിടക്കുന്നത്? ഡിനോമിനേറ്ററിലാണ് അല്ലെ, താഴെയാണ് കിടക്കുന്നത്, ഛേദമാണ്. അപ്പോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ആറിന്റെ വാല്യൂ കൂടുമ്പോൾ എന്താ സംഭവിക്കുക? എഫിന്റെ വാല്യൂ എന്ത് ചെയ്യും? കുറയും. കുറഞ്ഞ് ഈ രണ്ട് മാസുകൾ തമ്മിലുള്ള ദൂരം ഇൻഫിനിറ്റി ആകുമ്പോൾ മാത്രമേ അവർക്കിടയിലുള്ള ഫോഴ്സ് എന്താവത്തുള്ളൂ? സീറോ ആവത്തുള്ളൂ. ശരിയാണ്. എന്ന് പറഞ്ഞാൽ ഇതൊരു ലാർജ് റേഞ്ച് ഫോഴ്സ് ആണ്. അതായത് മാസുകൾ എത്ര അകലത്തിലിരുന്നാലും അവർക്കിടയിൽ എന്ത് അനുഭവപ്പെടും? ഫോഴ്സ് അനുഭവപ്പെടും. പക്ഷെ ആ ഫോഴ്സ് വളരെ ചെറുതായിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ മൂന്ന് പ്രത്യേകതകളാണ് ഈ ഫോഴ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റുക. ഒന്ന്, ഇത് വീക്കസ്റ്റ് ഫോഴ്സ് ആണ്. രണ്ട്, ഇത് എപ്പോഴും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫോഴ്സ് ആണ്. മൂന്ന്, ഇതൊരു ലാർജ് റേഞ്ച് ഫോഴ്സ് ആണ്. ഇതിന്റെ റേഞ്ച് വളരെ കൂടുതലാണ്. എത്ര അകലത്തിലിരുന്നാലും മാസുകൾക്കിടയിൽ എന്ത് അനുഭവപ്പെടും? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഈ ഇക്വേഷൻ എപ്പോഴും ഓർത്തോളണം. എഫ് ഇസ് ഈക്വൽ ടു ജി m1 m2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. രണ്ടാമത്തെ ഫോഴ്സിലേക്ക് നമ്മൾ പോകുന്നു. രണ്ടാമത്തെ ഫോഴ്സ് ഏതാണ്? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ഈ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്ന ഫോഴ്സിന്റെ പേരിൽ തന്നെ ഒരു ന്യൂക്ലിയർ എന്ന് പറയുന്ന വേർഡ് ഉണ്ട് അല്ലെ. അപ്പോൾ ന്യൂക്ലിയസുമായി ബന്ധപ്പെട്ട ഏതോ ഒരു ബലമാണ് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ചില ന്യൂക്ലിയർ റിയാക്ഷന്റെ സമയത്ത്, ചില ന്യൂക്ലിയർ റിയാക്ഷൻസ് നടക്കുമ്പോൾ അവിടെ മാത്രം അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് ഇത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഉദാഹരണത്തിന് ബീറ്റ ഡി കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ബീറ്റ ഡി കെ എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയർ ഫിനോമിനൻ, ഒരു റിയാക്ഷൻ. നോക്കൂ, നിങ്ങൾ ആറ്റത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ? ആറ്റം, ആ ആറ്റത്തിന് ഒരു സെൻട്രൽ കോർ ഉണ്ട്. ആറ്റത്തിന്റെ സെൻട്രൽ കോറിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ന്യൂക്ലിയസ്. ഈ സെൻട്രൽ കോറിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയസ്. അപ്പോൾ ഒരു ആറ്റത്തിന്റെ സെൻട്രൽ കോറിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിൽ എന്തൊക്കെയുണ്ട്? പ്രോട്ടോൺസും ന്യൂട്രോൺസും അല്ലെ. പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളും ചാർജ് ഒന്നുമില്ലാത്ത ന്യൂട്രോണുകളുമുണ്ട്. പിന്നെ ആറ്റത്തിൽ അവശേഷിക്കുന്നത് ഇലക്ട്രോൺസ് ആണ്. ഈ ഇലക്ട്രോൺസ് എവിടെയായിരിക്കും? ന്യൂക്ലിയസിന് ചുറ്റാകെ ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആറ്റത്തിലുള്ള മൂന്ന് ആൾക്കാരാണ് പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ആൻഡ് ഇലക്ട്രോൺസ്. ഇതിലെ പ്രോട്ടോൺസും ന്യൂട്രോൺസും ന്യൂക്ലിയത്തിനകത്താണ്.
ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റാകെ ഇങ്ങനെ പ്രോട്ടോൺസും ന്യൂട്രോൺസും ന്യൂക്ലിയസിനകത്തും ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റാകെ ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് ഈ ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം എന്ത് ചെയ്യും, ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. എല്ലാ ആറ്റത്തിലും ഒരേ പ്രോട്ടോണുകളും ഒരേ ന്യൂട്രോണുകളുമാണോ? അല്ല. ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് ന്യൂക്ലിയസിന്റെ വലിപ്പവും, അതായത് അതിനകത്തുള്ള പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെ എണ്ണം എന്ത് ചെയ്യും, ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇതിങ്ങനെ കൂടി 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 ഒരു ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂക്ലിയസിന്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും. സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥിരത നഷ്ടപ്പെടും. ശരിയാണ്. അത് അൺസ്റ്റേബിൾ ആവും, അസ്ഥിരമാവും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ പ്രപഞ്ചത്തിലുള്ള നേച്ചറിലുള്ള എല്ലാ വസ്തുക്കളും എന്തിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്? എനർജി കുറച്ച് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട്. ശരിയാണോ? എനർജി കുറച്ചിട്ട് അതിന്റെ സ്ഥിരത കൂട്ടാൻ വേണ്ടിയിട്ടാണ്, സ്റ്റെബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാ വസ്തുക്കളും എന്ത് ചെയ്യുക, ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള അസ്ഥിരമായിട്ടുള്ള ന്യൂക്ലിയസും എന്തിനു വേണ്ടി ശ്രമിക്കും? അതിന്റെ എനർജി കുറച്ചിട്ട് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അങ്ങനെ എനർജി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ന്യൂക്ലിയസ് എന്ത് ചെയ്യും? ചില റേഡിയേഷൻസിനെ പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നു. ഈ ന്യൂക്ലിയസ് ചില റേഡിയേഷൻസിനെ പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ന്യൂക്ലിയസ് റേഡിയേഷൻസിനെ പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്ന ഫിനോമിനെ വിളിക്കുന്ന പേരാണെന്ത്? റേഡിയോ ആക്ടിവിറ്റി. ഈ ഫിനോമിനെ വിളിക്കുന്ന പേരെന്താ? റേഡിയോ ആക്ടിവിറ്റി. ഓക്കെ. അപ്പോൾ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റിയെ വിളിക്കുന്ന പേരാണെന്ത്? റേഡിയോ ആക്ടിവിറ്റി. ആ പേരിൽ തന്നെയുണ്ട്. റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റിയെ വിളിക്കുന്ന പേരാണ് റേഡിയോ ആക്ടിവിറ്റി. ആരാണ് റേഡിയേഷൻസിനെ എമിറ്റ് ചെയ്യുന്നത്? ന്യൂക്ലിയസ്. എന്തിനാണ് ന്യൂക്ലിയസ് റേഡിയേഷൻസിനെ എമിറ്റ് ചെയ്യുന്നത്? എനർജി കുറയ്ക്കാൻ. എന്തിനാണ് എനർജി ന്യൂക്ലിയസ് കുറയ്ക്കുന്നത്? സ്റ്റെബിലിറ്റി കിട്ടാൻ. ശരിയാണോ? അപ്പൊ ചില ന്യൂക്ലിയസുകൾക്ക് എനർജി വളരെ കൂടുതലായിരിക്കും. എനർജി വളരെ കൂടുതലായതുകൊണ്ട് സ്റ്റെബിലിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ എനർജി കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് സ്റ്റെബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് അത്തരം ന്യൂക്ലിയസുകൾ ചില റേഡിയേഷൻസ് എന്ന് പറഞ്ഞാൽ എനർജി തന്നെയാണ്, എനർജിയെ പുറത്തേക്ക് എന്ത് ചെയ്യുന്നു? എമിറ്റ് ചെയ്യുന്നു. ദിസ് ഫിനോമിനൻ, അല്ലെ, ഈ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണെന്ത്? റേഡിയോ ആക്ടിവിറ്റി. ഇനി എന്തൊക്കെ റേഡിയേഷൻസിനെയാണ് അത് സാധാരണഗതിയിൽ പുറത്തേക്ക് എമിറ്റ് ചെയ്യുക? പ്രധാനമായിട്ടും 3 തരത്തിലുള്ള റേഡിയേഷൻസിനെയാണ് എന്ത് ചെയ്യുന്നത്? അത് പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ റേഡിയേഷനെ വിളിക്കുന്ന പേര് ആൽഫ, രണ്ടാമത്തെ റേഡിയേഷനെ വിളിക്കുന്ന പേര് ബീറ്റ, മൂന്നാമത്തെ റേഡിയേഷനെ വിളിക്കുന്ന പേര് ഗാമ. ഇതെല്ലാം അതിന്റെ സിമ്പലാണ്. ആൽഫ, ബീറ്റ, ഗാമ. അപ്പോൾ ആൽഫ ഡി കെ ഉണ്ട്, ബീറ്റ ഡി കെ ഉണ്ട്, ഗാമ ഡി കെ ഉണ്ട്. ഇതിനെ ഡി കെ എന്നാണ് പറയുന്നത്. ആൽഫ ഡി കെ. ഡി കെ എന്ന് പറഞ്ഞാൽ എമിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡി കെ എന്ന് പറയുക. ഡിസിൻറ്റഗ്രേഷൻ, അതിനെ ചുരുക്കിയാണ് നമ്മൾ ഡി കെ എന്ന് പറയുക. ഓക്കെ. ആൽഫ ഡി കെ ഉണ്ട്, അതുപോലെ എന്തുണ്ട്? ബീറ്റ ഡി കെ ഉണ്ട്, അതുപോലെ എന്തുണ്ട്? ഗാമ ഡി കെ ഉണ്ട്. അങ്ങനെ 3 ഡി കേസ് ആണ്, 3 എമിഷനാണ് സാധാരണഗതിയിൽ ഒരു ന്യൂക്ലിയസിൽ നിന്ന് നടക്കുക. ആൽഫ പാർട്ടിക്കിളിനെ, ബീറ്റ പാർട്ടിക്കിളിനെ, അതുപോലെ എന്താണ്? ഗാമ പാർട്ടിക്കിളിനെ. ഓക്കെ. അപ്പൊ നമ്മൾ ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാൻ പോകുന്നത് ഏത് എമിഷനെ കുറിച്ചാണ്? ബീറ്റ ഡി കെയെ കുറിച്ചാണ്. അതായത് ന്യൂക്ലിയസ് ബീറ്റ പാർട്ടിക്കിളിനെ എമിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. ഓക്കെ. അപ്പൊ എന്താണ് ബീറ്റ ഡി കെയിൽ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ബീറ്റ ഡി കെയിൽ സംഭവിക്കുന്നത് എന്താ നോക്കൂ. ബീറ്റ ഡി കെയിൽ സംഭവിക്കുന്നത് നമ്മുടെ ന്യൂക്ലിയസിനകത്തുള്ള ഒരു ന്യൂട്രോൺ, ന്യൂക്ലിയസിനകത്ത് എന്തൊക്കെയുണ്ട്? പ്രോട്ടോൺസും ഉണ്ട്, ന്യൂട്രോൺസും ഉണ്ട്. ന്യൂക്ലിയസിനകത്തിരിക്കുന്ന ഒരു ന്യൂക്ലിയസിനകത്ത് വെച്ചിട്ട് എന്തൊക്കെയായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു? ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും ഒരു ആന്റി ന്യൂട്രിനോ. ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? ആന്റി ന്യൂട്രിനോ. അതൊരു പാർട്ടിക്കിൾ ആണ്. പ്രോട്ടോണും ഇലക്ട്രോണും ഒക്കെ പോലെയുള്ള ഒരു പാർട്ടിക്കിൾ ആണ് ആന്റി ന്യൂട്രിനോ. അതിനെ കുറിച്ച് വിശദമായിട്ട് നമ്മൾ ഇനി പഠിക്കും. ഓക്കെ. അപ്പൊ ന്യൂക്ലിയസിനകത്തിരിക്കുന്ന ഒരു ന്യൂട്രോൺ എന്തൊക്കെയായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു? പ്രോട്ടോണായിട്ടും ഇലക്ട്രോണായിട്ടും ആന്റി ന്യൂട്രിനുമായിട്ട് എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ പ്രോട്ടോൺ ന്യൂക്ലിയസിനകത്ത് തന്നെ ഇരിക്കും. ആരൊക്കെയാണ് ന്യൂക്ലിയസിന്റെ പുറത്തേക്ക് വരുന്നത്? ഇലക്ട്രോണും ആന്റി ന്യൂട്രിനോയും മാത്രം ന്യൂക്ലിയസിന്റെ പുറത്തേക്ക് വരുന്നു. ഈ ഇലക്ട്രോണിനെയും ആന്റി ന്യൂട്രിനോയും പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്ന ഫിനോമിനെ വിളിക്കുന്ന പേരാണെന്ത്? ബീറ്റ ഡി കെ. അപ്പോൾ എനർജി എമിറ്റ് ചെയ്യുന്നത് ഇലക്ട്രോണും ആന്റി ന്യൂട്രിനോയുടെയും ഒപ്പമാണ് എനർജി എമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനർജി കുറയും. എനർജി കുറയുമ്പോഴത്തേക്ക് അതിന് എന്ത് കിട്ടും? സ്റ്റെബിലിറ്റി കിട്ടും.
അപ്പോൾ 3 രീതിയിലാണ് അത് സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി ചെയ്യുന്നത്, എനർജി കളയുന്നത്. ആൽഫ ആയിട്ട് കളയാം, ബീറ്റ ആയിട്ട് കളയാം, ഗാമ ആയിട്ട് കളയാം. അതിൽ ആൽഫ ആയിട്ട് കളയുമ്പോൾ ന്യൂക്ലിയസിനകത്ത് സംഭവിക്കുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ന്യൂക്ലിയസിനകത്തുള്ള ഒരു ന്യൂട്രോൺ പ്രോട്ടോണും ഇലക്ട്രോണും ആന്റി ന്യൂട്രനുമായിട്ട് 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. പ്രോട്ടോൺ ന്യൂക്ലിയസിനകത്ത് തന്നെ ഇരിക്കുന്നു. ബാക്കിയുള്ള 2 ആൾക്കാർ ഇലക്ട്രോണും ആന്റി ന്യൂട്രനും ന്യൂക്ലിയസിന്റെ പുറത്തേക്ക് പോകുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ബീറ്റ ഡീക്കേ എന്ന് വിളിക്കുക. ഇങ്ങനെ ന്യൂട്രോൺ സ്പ്ലിറ്റ് ചെയ്ത് പ്രോട്ടോണും ഇലക്ട്രോണും ആന്റി ന്യൂട്രനുമായിട്ട് മാറണമെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് വേണ്ടേ? ആ ഫോഴ്സ് ഏത് ഫോഴ്സാണ്? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിന്റെ ഫലമായിട്ടാണ് ന്യൂട്രോൺ പ്രോട്ടോണും ഇലക്ട്രോണും ആന്റി ന്യൂട്രനുമായിട്ട് എന്ത് ചെയ്യുന്നത്? സ്പ്ലിറ്റ് ചെയ്യുന്നത്. ശരിയാണോ? അപ്പോൾ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ന്യൂക്ലിയർ റിയാക്ഷന്റെ സമയത്ത് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? അനുഭവപ്പെടുന്നത്. അതിനൊരു ഉദാഹരണമാണ് ഏത് ഡീക്കേ? ബീറ്റ ഡീക്കേ. ബീറ്റ ഡീക്കയുടെ സമയത്ത് ന്യൂക്ലിയസിനകത്തിരിക്കുന്ന ഒരു ന്യൂട്രോൺ, ചാർജ് ഒന്നും ഇല്ലാത്ത ഒരു ന്യൂട്രോൺ എന്തൊക്കെയായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു? പ്രോട്ടോണും ഇലക്ട്രോണും ആന്റി ന്യൂട്രനുമായിട്ട് മാറുന്നു. അതിന് കാരണം ഏത് ഫോഴ്സ് ആണ്? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. എന്നിട്ട് അതിൽ ഇലക്ട്രോണും ആന്റി ന്യൂട്രനും മാത്രം പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നു. അതിനോടൊപ്പം കുറെ എനർജിയും പുറത്തേക്ക് എന്ത് ചെയ്യും? വരും. അങ്ങനെ ആ ന്യൂക്ലിയസിന്റെ എനർജി കുറയുകയും അതിനെന്ത് കിട്ടുകയും ചെയ്യും? സ്റ്റെബിലിറ്റി കിട്ടുകയും ചെയ്യും. ഈ പ്രോസസ്സിനെ ജനറലി വിളിക്കുന്ന പേരാണെന്ത്? റേഡിയോ ആക്ടിവിറ്റി. ഈ പർട്ടിക്കുലർ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? ബീറ്റ ഡീക്കേ. ഓക്കെ, അപ്പൊ ഇതാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ പേര് വീക്ക് ആണെങ്കിലും പക്ഷെ അത് ഏത് ഫോഴ്സിനേക്കാളും കൂടുതലാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാളും എന്താണ്? കൂടുതലാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ വീക്ക് എന്ന് വിളിക്കുന്നത് പറയാൻ കാര്യം നമ്മൾ പറഞ്ഞു. നമ്മൾ 4ാമത്തെ ഫോഴ്സ് ആയിട്ട് പഠിച്ചത് ഏത് ഫോഴ്സ് ആണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ശരിയാണോ? അപ്പൊ 2 ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ട്. അതുകൊണ്ട് ഒരെണ്ണം സ്ട്രോങ്ങും മറ്റത് എന്താണ്? വീക്ക്. അതുകൊണ്ടാണ് ഇതിന് അങ്ങനെ ഒരു പേര് വന്നത്. ഓക്കെ, അപ്പൊ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ന്യൂക്ലിയർ റിയാക്ഷൻസിന്റെ സമയത്ത് മാത്രം അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ റേഞ്ച്, അതായത് ഇത് അനുഭവപ്പെടുന്ന ദൂരം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ന്യൂക്ലിയസ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു റീജിയൻ അല്ലേ? അപ്പൊ ആ ഒരു ചെറിയ ദൂരത്തിൽ മാത്രമേ ഈ ഫോഴ്സ് എന്ത് ചെയ്യത്തുള്ളൂ? എക്സ്പീരിയൻസ് ചെയ്യത്തുള്ളൂ. ഈ ഫോഴ്സിന് അങ്ങനെ വേറെ പ്രത്യേകതകളൊന്നുമില്ല. ന്യൂക്ലിയർ റിയാക്ഷന്റെ സമയത്ത് മാത്രം, ചില പ്രത്യേക ന്യൂക്ലിയർ റിയാക്ഷന്റെ സമയത്ത് മാത്രം അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് ഏത്? ന്യൂക്ലിയർ ഫോഴ്സ്. 3ാമത്തെ ഫോഴ്സിലേക്കാണ് നമ്മൾ ഇനി അടുത്ത് പോകുന്നത്. 3ാമത്തെ ഫോഴ്സ് ഏതാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആണ് 3ാമത്തെ ഫോഴ്സ്. ഇത് നമുക്ക് ഈ ഫോഴ്സിനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം, 2ആയിട്ട് തരംതിരിക്കാം. ഒന്ന് ഇലക്ട്രോ സ്റ്റാറ്റിക് ഫോഴ്സ് എന്നും മറ്റൊന്ന് മാഗ്നറ്റിക് ഫോഴ്സ് എന്നും. ഈ 2 ഫോഴ്സുകളെ ഒരുമിച്ചാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയാം. സോ ആദ്യം നമുക്ക് ഇലക്ട്രോ സ്റ്റാറ്റിക് ഫോഴ്സ് എന്താണെന്ന് നോക്കാം. ഇലക്ട്രോ സ്റ്റാറ്റിക് ഫോഴ്സ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മീൻസ് റിലേറ്റഡ് ടു ഇലക്ട്രിസിറ്റി ഓർ ചാർജ് എന്നാണ് അല്ലെ. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ, സ്റ്റാറ്റിക് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്താണ്? റെസ്റ്റ് അല്ലെ, സ്റ്റേഷനറി അല്ലെങ്കിൽ നിശ്ചലാവസ്ഥ എന്നാണ് ആ വാക്ക് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ റെസ്റ്റിലുള്ള, നിശ്ചലാവസ്ഥയിലുള്ള ചാർജുകൾക്കിടയിൽ അനുഭവപ്പെടുന്ന ബലം, ഫോഴ്സ് എന്നാണ്. 2 ചാർജുകൾ മൂവ് ചെയ്യാതിരിക്കുമ്പോൾ, അനങ്ങാതിരിക്കുമ്പോൾ ആ 2 ചാർജുകൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് ഇത്? ഇലക്ട്രോ സ്റ്റാറ്റിക് ഫോഴ്സ്. ഈ വാക്കിൽ നിന്ന് തന്നെ പലതും നമുക്ക് മനസ്സിലാക്കാന്നുള്ളൂ. ഇലക്ട്രോ മീൻസ് റിലേറ്റഡ് ടു ചാർജ് ഓർ ഇലക്ട്രിസിറ്റി, സ്റ്റാറ്റിക് മീൻസ് റെസ്റ്റ് അല്ലെ, നിശ്ചലാവസ്ഥ എന്നാണ്. അപ്പോൾ ഇലക്ട്രോ സ്റ്റാറ്റിക് മീൻസ് റെസ്റ്റിലുള്ള ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സ്, അതായത് ബലം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 2 തരത്തിലുള്ള ചാർജുകൾ ഉണ്ട് അല്ലെ, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. ചാർജുകൾ അടുത്തടുത്തിരുന്നാൽ അവർക്കിടയിൽ എന്ത് അനുഭവപ്പെടും? ഒരു ഫോഴ്സ്, ബലം അനുഭവപ്പെടും. അത് 2 രീതിയിലുണ്ട്. ഏതൊക്കെയാ? അട്രാക്റ്റീവ് ആകാം, റിപ്പൾസീവ് ആവാം അല്ലെ. പരസ്പരം ആകർഷിക്കുന്ന ബലമാവാം അല്ലെങ്കിൽ പരസ്പരം വികർഷിക്കുന്ന ബലമാവാം അല്ലെ. അട്രാക്റ്റീവ് ഫോഴ്സ് ആകാം, റിപ്പൾസീവ് ഫോഴ്സ് ആവാം. ഏത് ചാർജുകൾക്കിടയിലാണ് അട്രാക്റ്റീവ് ഫോഴ്സ് അനുഭവപ്പെടുക? അതെ, ഓപ്പോസിറ്റ് ചാർജ് അല്ലെ. ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും അടുത്തടുത്തിരുന്നാൽ അവർക്കിടയിൽ എന്ത് ഫോഴ്സ് ആയിരിക്കും? അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. ഇനി ഏത് ചാർജുകൾക്കിടയിലാണ് റിപ്പൾസീവ് ഫോഴ്സ് അനുഭവപ്പെടുക? ലൈക്ക് ചാർജ് അല്ലെ, സിമിലർ ചാർജ്, ഒരുപോലത്തെ ചാർജ് എന്ന് പറഞ്ഞാൽ 2 പോസിറ്റീവ് ചാർജോ 2 നെഗറ്റീവ് ചാർജോ നമ്മൾ അടുത്തടുത്ത് വെച്ചിരുന്നാൽ അവർക്കിടയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്താണ്? റിപ്പൾസീവ് ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ലൈക്ക് ചാർജിനിടയിൽ റിപ്പൾസീവ് ഫോഴ്സും അൺലൈക്ക് ചാർജിനിടയിൽ എന്ത് ഫോഴ്സും ആയിരിക്കും? അട്രാക്റ്റീവ് ഫോഴ്സും ആയിരിക്കും. എനിവേ 2 ചാർജ് നമ്മൾ അടുത്തടുത്ത് വെച്ചാൽ അവർക്കിടയിൽ എന്ത് കാണും? ഒരു ഫോഴ്സ് കാണും അല്ലെ. ആ ഫോഴ്സിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ഈ ഫോഴ്സിനെ കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞത്
കൂളോംബ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. കൂളോംബ്. അപ്പൊ നമ്മൾ ആ ലോയെ വിളിക്കുന്ന പേര് കൂളോംസ് ലോ എന്നാണ്. കൂളോംസ് ലോ. രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സിനെ കുറിച്ച് പറയുന്ന ലോ ഏതാണെന്ന് ചോദിച്ചാൽ കൂളോംബ് ആണ്. നമ്മുടെ ചാർജിന്റെ യൂണിറ്റ് എന്താണ്? കൂളോം. അതേ കൂളോം തന്നെയാണിത്. അതൊരു സയന്റിസ്റ്റ് ആണ്, കൂളോംസ് ലോ. അപ്പോ നമ്മൾ നേരത്തെ മാസ് കൺസിഡർ ചെയ്ത പോലെ രണ്ട് ചാർജുകൾ കൺസിഡർ ചെയ്യാം. നോക്കൂ, Q1 എന്ന് പറയുന്ന ഒരു ചാർജും Q2 എന്ന് പറയുന്ന മറ്റൊരു ചാർജും. ഈ രണ്ട് ചാർജുകൾക്കിടയിൽ ചെറിയൊരു അകലമുണ്ട്. ആ അകലത്തെ ഞാൻ എന്തെന്നെടുത്തു? R എന്നെടുത്തു. നേരത്തെ നമ്മൾ രണ്ട് മാസുകളെ കുറിച്ചാണ് പറഞ്ഞത്, M1 M2. അതുപോലെ ഇവിടെ രണ്ട് ചാർജുകൾ കൺസിഡർ ചെയ്യുക, Q1 അതുപോലെ എന്താ Q2. സാധാരണ ചാർജ് നമ്മൾ സ്മോൾ ലെറ്റർ Q കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഡിനോട്ട് ചെയ്യുന്നത്. സോ Q1 Q2 ആർ ടു ചാർജസ്. ലൈക്കോ അൺലൈക്കോ ആകാം. ചിലപ്പോൾ രണ്ടും പോസിറ്റീവ് ആകാം, ചിലപ്പോൾ രണ്ടും നെഗറ്റീവ് ആവാം, ചിലപ്പോൾ ഒന്ന് പോസിറ്റീവും മറ്റത് നെഗറ്റീവ് ആവാം. നമ്മൾ അതിന്റെ പൊളാരിറ്റിയെ കുറിച്ചൊന്നും പറയുന്നില്ല, നമ്മൾ ചാർജിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. Q1 Q2 അവർക്കിടയിലുള്ള സെപ്പറേഷൻ എന്താണ്? R ആണ്. അങ്ങനെയാണെങ്കിൽ ഇവർക്കിടയിൽ എന്ത് കാണും? ഒരു ഫോഴ്സ് കാണും. ഈ ഫോഴ്സ് F ഞാൻ എടുത്താൽ F എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്ന് പറഞ്ഞാൽ നേരാനുപാതത്തിലായിരിക്കും. എന്തിന്? ഈ ചാർജുകളുടെ പ്രോഡക്റ്റിന് Q1 ഇൻറ്റു Q2. F പ്രൊപ്പോർഷണൽ ടു Q1 ഇൻറ്റു Q2 എന്ന് നമുക്ക് എഴുതാം. അതുപോലെ രണ്ടാമതായിട്ട് F പ്രൊപ്പോർഷണൽ ടു 1/r². F പ്രൊപ്പോർഷണൽ ടു എന്താണ്? 1/r². അപ്പോൾ F പ്രൊപ്പോർഷണൽ ടു Q1 Q2, F പ്രൊപ്പോർഷണൽ ടു 1/r². അതായത് ചാർജുകൾ തമ്മിലുള്ള അകലത്തിന്റെ സ്ക്വയറിന് എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർത്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയാം? F പ്രൊപ്പോർഷണൽ ടു Q1 Q2 ഡിവൈഡഡ് ബൈ എന്താ? R² എന്ന് എഴുതാം. F പ്രൊപ്പോർഷണൽ ടു Q1 Q2 ഡിവൈഡഡ് ബൈ എന്താ? R². ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ശരി, അപ്പൊ ആ കോൺസ്റ്റന്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ F ഈക്വൽ ടു എ കോൺസ്റ്റന്റ് K ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ എന്താ? R² എന്ന് നമുക്ക് എഴുതാം. ഇതാണ് രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സ്. F ഈക്വൽ ടു എ കോൺസ്റ്റന്റ് K ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ R². ആൻഡ് ദിസ് ലോ ഈസ് കോൾഡ് കൂളോംസ് ലോ. ഈ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അപ്പൊ രണ്ട് ചാർജുകൾ അടുത്തടുത്തിരുന്നാൽ ആ രണ്ട് ചാർജുകൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിനെ കുറിച്ചാണ് കൂളോംസ് ലോ പറയുന്നത്. ആ ഫോഴ്സ് F is equal to K Q1 Q2 ഡിവൈഡഡ് ബൈ എന്താണ്? R² ആണ്. അല്ലെ, ഇത് എന്ത് ഫോഴ്സ് ആണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. ചാർജുകൾ എന്തിലായിരിക്കണം? റെസ്റ്റിലായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഇക്വേഷൻ എഴുതാൻ പറ്റത്തുള്ളൂ. ഇതിനു മുമ്പ് നമ്മൾ ഇതേപോലെ വേറൊരു ഇക്വേഷൻ എഴുതിയായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഏതായിരുന്നു ആ ഇക്വേഷൻ? ഇതിനു മുമ്പ് നമ്മൾ ഇതുപോലെ ഒരു ഇക്വേഷൻ എഴുതിയായിരുന്നു. ഏതായിരുന്നു ആ ഇക്വേഷൻ? നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് F is equal to G M1 M2 ഡിവൈഡഡ് ബൈ എന്താ? R². ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ എഴുതിയായിരുന്നു. ഇതെന്താണ്? രണ്ട് മാസുകൾക്കിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. F is equal to G M1 M2 ഡിവൈഡഡ് ബൈ R² എന്ന് പറയുന്നത് രണ്ട് മാസുകൾക്കിടയിലുള്ള എന്താണ്? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ഇത് രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സ് ആണ്. ഈ രണ്ട് ഇക്വേഷൻസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ട് എന്താ ഉള്ളത്? രണ്ടുപേർക്കും കോമൺ ആയിട്ട് എന്താ ഉള്ളത്? ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഈ ഇക്വേഷനിലും കോമൺ ആയിട്ട് എന്താ ഉള്ളത്? അത് തന്നെ അല്ലേ, ഇവിടെയും ഡിവൈഡഡ് ബൈ R², ഇവിടെയും എന്താണ്? ഡിവൈഡഡ് ബൈ R². അതായത് ഈ രണ്ട് ഫോഴ്സുകളും ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ശരിയല്ലേ? ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള എല്ലാ ലോകളെയും നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് ഇൻവേഴ്സ് സ്ക്വയർ ലോ. എന്തെന്നാ കോമൺ ആയിട്ട് വിളിക്കുക? ഇൻവേഴ്സ് സ്ക്വയർ ലോ. അപ്പോ ന്യൂട്ടൺസ് ലോ, അതായത് ഞാൻ ഈ എഴുതിയിരിക്കുന്നത് F is equal to G M1 M2 ഡിവൈഡഡ് ബൈ R² ആണ് ന്യൂട്ടൺസ് ലോ. അതൊരു ഇൻവേഴ്സ് സ്ക്വയർ ലോ ആണ്. ഈ എഴുതിയിരിക്കുന്ന കൂളോംസ് ലോ, രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സ് F is equal to K Q1 Q2 ഡിവൈഡഡ് ബൈ R². അതും എന്താണ്? ഒരു ഇൻവേഴ്സ് സ്ക്വയർ ലോ ആണ്. അപ്പൊ രണ്ട് ഇൻവേഴ്സ് സ്ക്വയർ ലോകൾ നമ്മൾ പഠിച്ചു. ഒന്ന് മാസുകൾക്കിടയിലുള്ള ഫോഴ്സിനെ കുറിച്ച് പറയുന്ന ന്യൂട്ടൺസ് ലോയും, മറ്റൊന്ന് രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സിനെ കുറിച്ച് പറയുന്ന കൂളോംസ് ലോയും. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇൻവേഴ്സ് സ്ക്വയർ ലോ. അതായത് ഡിസ്റ്റൻസ്
ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ അല്ലെങ്കിൽ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിട്ടുള്ള ലോയെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് വിളിക്കുക. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞത് ചാർജുകൾ റെസ്റ്റിലാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ഇനി ചാർജ് മൂവ് ചെയ്താൽ എന്ത് സംഭവിക്കും? റെസ്റ്റിലുള്ള ചാർജിനെ കുറിച്ചല്ലേ നമ്മൾ പറഞ്ഞത്. ഉദാഹരണത്തിന് ഇതൊരു കണ്ടക്ടറാണ്. ഈ കണ്ടക്ടറിലൂടെ കുറെ ചാർജുകൾ എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്യും. ശരിയാണ്, ഈ കണ്ടക്ടറിലൂടെ കുറെ ചാർജുകൾ മൂവ് ചെയ്യാം. ചാർജ് മൂവ് ചെയ്താൽ എന്ത് സംഭവിക്കും? ചാർജുകൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കറണ്ട് ഉണ്ടാവും അല്ലെ, ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവും. കറണ്ട് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്താണ്? കറണ്ട് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് ഫ്ലോ എന്നാണ്. ഫ്ലോ ഓഫ് സംതിങ് അല്ലെ. എയർ കറണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എയറിന്റെ ഫ്ലോ എന്നാണ്. ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ചാർജിന്റെ, ഇലക്ട്രിക് ചാർജിന്റെ ഫ്ലോ എന്നാണ് അല്ലെ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് കറണ്ട് എന്ന് പറയുന്നത് ചാർജുകളുടെ ഫ്ലോ ആണ്. അപ്പോൾ ചാർജ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? കറണ്ട് ഉണ്ടാവും. അപ്പോൾ ഈ കണ്ടക്ടറിലൂടെ ചാർജ് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ഈ കണ്ടക്ടറിലൂടെ ഒരു കറണ്ട് ഉണ്ടാവും അല്ലെ. ഈ കറണ്ട് ഈ കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ഇനി ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്താൽ ആ കണ്ടക്ടറിന് ചുറ്റാകെ എന്ത് ഫോം ചെയ്യടോ? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഫോം ചെയ്യും. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കറണ്ട് ഫ്ലോ ചെയ്യുന്ന, കറണ്ട് പാസ് ചെയ്യുന്ന ഒരു കണ്ടക്ടറിന് ചുറ്റാകെ എന്തുണ്ടാവും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ബി എന്ന് പറയുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുന്നു, ഉണ്ടാവും അല്ലെ. അപ്പൊ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റാകെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഈ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഇതിലൂടെ മൂവ് ചെയ്യുന്ന ചാർജുകൾക്ക് ഒരു ഫോഴ്സ് അനുഭവപ്പെടും. മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഇതിലൂടെ മൂവ് ചെയ്യുന്ന ചാർജുകൾക്ക് അനുഭവപ്പെടുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ഫോഴ്സ്. എന്തെന്നാ വിളിക്കുക? മാഗ്നറ്റിക് ഫോഴ്സ്. ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ഫോഴ്സ്. അപ്പൊ ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഏത് ഫോഴ്സ് ആണ്? മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. മാഗ്നറ്റിക് ഫോഴ്സ്. ഓക്കെ, അപ്പോ റെസ്റ്റിലുള്ള ചാർജുകൾ കൊണ്ട് അനുഭവപ്പെടുന്ന ഫോഴ്സ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും, മൂവ് ചെയ്യുന്ന ചാർജ് കാരണം കറണ്ട് ഉണ്ടാവുന്നു. ആ കറണ്ട് കാരണം ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നു. മാഗ്നറ്റിക് ഫീൽഡ് കാരണം മൂവിങ് ചാർജസിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് ഏത്? മാഗ്നറ്റിക് ഫോഴ്സ്. അപ്പൊ ചാർജുകൾക്ക് രണ്ട് തരത്തിലുള്ള ഫോഴ്സ് ഉണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും മാഗ്നറ്റിക് ഫോഴ്സും. അങ്ങനെ ചാർജുകൾക്ക് അനുഭവപ്പെടുന്ന ടോട്ടൽ ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ഈ രണ്ട് ഫോഴ്സുകളെയും കൂടെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണെന്ത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ഓക്കെ, അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ചാർജുകൾക്ക് അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ്. ചാർജ് റെസ്റ്റിലാണെങ്കിൽ അത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ഗിവൺ ബൈ കൂളോംസ് ലോ. ചാർജുകൾ മൂവ് ചെയ്യുകയാണെങ്കിൽ ആ ഫോഴ്സിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് വിളിക്കും. ടോട്ടൽ ഫോഴ്സ് ഈസ് കോൾഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിന് നമ്മൾ നേരത്തെ ന്യൂട്ടന്റെ ലോയിൽ പറഞ്ഞ, അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ പറഞ്ഞ അതേ പ്രത്യേകതകളെയാണ്. ഒരു വ്യത്യാസം മാത്രമാണുള്ളത്. മാസുകൾ തമ്മിലുള്ള ഫോഴ്സ് എപ്പോഴും എന്താണ്? അട്രാക്റ്റീവ് ആണ്. പക്ഷേ നമ്മുടെ ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് അട്രാക്റ്റീവുമാകാം റിപ്പൾസീവുമാകാം അല്ലെ. രണ്ട് തരത്തിലും ആവാം. ഒരേ ചാർജ് ആണെങ്കിൽ റിപ്പൾസീവും, വ്യത്യസ്ത ചാർജുകളാണെങ്കിൽ എന്തായിരിക്കും? അട്രാക്റ്റീവുമായിരിക്കും. ഓക്കെ, അതാണ് വ്യത്യാസം. ബാക്കി ലോങ് റേഞ്ച് ആണ് അല്ലെ. അതായത് ചാർജുകൾ തമ്മിലുള്ള ദൂരം എത്ര കൂടിയാലും അവർക്കിടയിൽ എന്ത് അനുഭവപ്പെടും? ഫോഴ്സ് അനുഭവപ്പെടും. അപ്പൊ ലോങ് റേഞ്ച് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ്. അട്രാക്റ്റീവോ റിപ്പൾസീവോ ആകാവുന്ന ഫോഴ്സ് ആണ് ഏത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. അപ്പൊ ഇത്രയുമാണ് മൂന്നാമത്തെ ഫോഴ്സ് ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്.